നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ആദ്യമായിട്ട് മിസോറാം എന്ന സംസ്ഥാനത്തേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ ആസാമിലെ ഗുവാഹട്ടിയിലാണുള്ളത്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിനടുത്തുള്ള സൈറംഗിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഇന്ന് യാത്ര. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. താരതമ്യേന ഇവിടെ തിരക്ക് വളരെയധികം കുറവാണ്. ഇതിന്റെ ബാക്ക് ഗേറ്റ് ഭാഗമായ പൾട്ടൺ ബസാർ, അവിടെയാണ് നല്ല തിരക്ക്. ഇപ്പോൾ 5:54 ആയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇവിടെ നേരെയൊക്കെ ഇരുട്ടാവും. നമുക്ക് പോകാനുള്ള ട്രെയിനൊക്കെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന് അറിയില്ല. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു പുറകു ഭാഗം ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഏരിയ ആണ് പൾട്ടൺ ബസാർ. ഇവിടുന്ന് മേഘാലയയിലേക്കൊക്കെ ടാക്സിയൊക്കെ ഈ ഭാഗത്തുനിന്ന് ഒരുപാട് കിട്ടും. ബസ് സർവീസൊക്കെ ഇതുവഴി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഉച്ച മുതലുള്ള ഒരു മഴയാണ്, ഇതുവരെ മാറിയിട്ടില്ല. ഈ ഭാഗത്ത് കൂടുതലും ഫ്രൂട്ട്സുകളാണ്. നല്ലൊരു തിരക്കേറിയ ഭാഗമാണിത്. സൈക്കിൾ റിക്ഷയൊക്കെ പോകുന്നത് കാണാം. ഞങ്ങൾ രാത്രി ഇവിടുന്ന് മസാല ദോശയാണ് കഴിക്കുന്നത്. ചെറിയൊരു വാഴ ഇലയൊക്കെ ഉണ്ട്. ചട്നി 2 ടൈപ്പിലാണ്. പിന്നെ ഇവിടെയാണ് സാമ്പാർ. നല്ല ചൂടോടുകൂടിയുള്ള മസാല ദോശ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇനി ഒരു 40 മിനിറ്റും കൂടെ ഉള്ളൂ ട്രെയിൻ പുറപ്പെടാൻ. 120 രൂപയാണ് ഒരു മസാല ദോശക്കായത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തത് നോക്കാനുള്ളത് നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോമാണ്. ആപ്പിൽ കാണിച്ചപ്പോൾ 4 കണ്ടത്, പക്ഷെ അവിടെ എത്തുമ്പോൾ അത് മാറുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷന്റെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുവേ. ഇവിടെയാണ് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരിക. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിന്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. 6:36 ഇതുവരെയായിട്ടും ട്രെയിൻ ഇവിടത്തേക്ക് വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ ശക്തമായ മഴയാണ്. പെട്ടെന്ന് തന്നെ പുറത്തുപോയി വന്നത് ഒരു ആശ്വാസമായി ഇപ്പോൾ തോന്നുന്നു. കാരണം അല്ലെങ്കിൽ മഴ മൊത്തം നനഞ്ഞേനെ. ഒരു ലേറ്റ് കാണുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അത് തന്നെ ആകാം. മിസോറാമിലേക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് കടന്നു വരികയാണ്. ട്രെയിൻ നമ്പർ 15609 ഗുവാഹട്ടി സൈറാങ് എക്സ്പ്രസ്. ഈ ഭാഗത്തൊക്കെ അൺറിസേർവ്ഡ് കോച്ചുകളാണ്. ഇനി എങ്ങനെ അങ്ങോട്ട് പോവും? മഴയല്ലേ, മഴ നനയണം. ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ എല്ലാം പുതിയ കോച്ചുകളാണ്. 2025 മേഡ് കോച്ചുകളാണ് ഇതിന് മുഴുവനായിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് ഒക്കെയാണിത്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ 3rd AC-യിലാണ്. 3rd AC-യിൽ B2 കോച്ചിലാണ് നമുക്കിന്ന് യാത്ര ചെയ്യാനുള്ളത്. ഇവിടെ ഹിന്ദി, ഇംഗ്ലീഷ്, ഈ കാണുന്നതില്ലേ ഇത് ആസാമീസ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഭാഷകളിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2025 മേഡ് കോച്ച് തന്നെയാണിത്. ഡോറൊന്നും ഇതുവരെയായിട്ടും ഓപ്പൺ ആയിട്ടില്ല. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. 2025 മേഡ് കോച്ചാണെന്ന് പറഞ്ഞില്ലേ. ഇതാ കോച്ചിൻ്റെ അകത്തേക്ക് കയറാം. ും 62 ഞങ്ങളുടെ ബർത്തുകൾ. ഇതാ ഈ 2 അപ്പുറവർത്താണ്. ഞങ്ങളുടെ അപ്പുറവർത്ത് ഇതാണ്. നല്ല മഴയൊക്കെ നനഞ്ഞല്ലോ, തലയൊക്കെ നല്ല രീതിയിൽ തന്നെ തോർത്തിക്കോ, ഇല്ലെങ്കിൽ പനി പിടിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഗുവാഹട്ടിന്ന് സൈറാങ് വരെ നമുക്ക് 3rd AC-യിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 800 രൂപയാണ്. നോർത്ത് ഈസ്റ്റിൽ 7 സ്റ്റേറ്റുകളുണ്ട്. ആ 7 സ്റ്റേറ്റുകൾ കാര്യം എടുത്ത് പറഞ്ഞ സമയത്ത് ചില സ്റ്റേറ്റുകളിൽ പോകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം അനുമതി വേണം, അതായത് പെർമിഷൻ വേണം. ആ പെർമിഷൻ എന്ന് പറഞ്ഞാൽ പെർമിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ILP, ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ ആസാം, അതുപോലെ തന്നെ ത്രിപുര, മേഘാലയ, ഈ ഒരു സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു പെർമിറ്റിന്റെ ആവശ്യകത ഒന്നും തന്നെ ഇല്ല. പക്ഷേ അരുണാചൽ പ്രദേശ്, മണിപ്പൂരിലേക്ക് വേണമെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഇതുവരെ മണിപ്പൂർ പോയിട്ടില്ല. അതുപോലെ തന്നെ നാഗാലാൻഡ് ആവശ്യമുണ്ട്. അരുണാചലിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിസോറാമിലേക്ക് പോകുമ്പോൾ നമുക്ക് ILP ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കാന്ന് വെച്ചാൽ
നമുക്ക് നേരെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈൻ വഴി എടുക്കാം. അതുപോലെ തന്നെ ഓഫ്ലൈൻ വഴി നമുക്ക് സൈറങ്ങ് പോയി കഴിഞ്ഞാലും കിട്ടുന്നതാണ് ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പം മനസ്സിലാക്കിയത്. പക്ഷേ ഞങ്ങളുണ്ടല്ലോ ഓൺലൈൻ വഴി തന്നെ എടുക്കാമെന്ന് കരുതി. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല തിരക്കായതുകൊണ്ടൊക്കെ വിചാരിച്ച് 2 ദിവസമായി ട്രൈ ചെയ്യുന്നു. പക്ഷേ എങ്ങനെ വന്നാലും ഇതൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ ഹാങ് വരുന്ന ആ ഒരു വെബ്സൈറ്റ്. അതുകൊണ്ട് ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു വന്നു പിന്നെ സൈറങ്ങ് പോയിട്ട് തന്നെ നാളെ രാവിലെ അവിടെ നിന്ന് എടുക്കാം. ഈ കോച്ചിൻ്റെ അകത്ത് ഒരു അലാം കേൾക്കുന്നുണ്ട്. ഇത് പുകവലിച്ചതിൻ്റെയാണ്. ടോയ്ലറ്റിന്റെ അകത്ത് കയറിയിട്ട് ആരോ സിഗരറ്റ് വലിച്ചു. അപ്പുറത്താന്ന് തോന്നുന്നു, അറ്റൻഡർക്ക് ഓടുന്നു. ആ ഭാഗത്താണ്. ശബ്ദം അതവിടുന്ന് ക്ലിയർ ആക്കണം. സ്റ്റോപ്പായി. പണ്ട് കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന സമയത്തും സമാനമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് വെളുപ്പിന് 2 മണി സമയത്താണ് ഈ ഒരു അലാം കേട്ടത്. ഇത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തതാണ്. ടോയ്ലറ്റ് കയറും, സിഗരറ്റ് വലിക്കും. ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലല്ല അലാം കേൾക്കുക ഈ കോച്ചിന്റെ അകത്താണ്. പിന്നെ അത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനാണ്. ഇപ്പൊ വലിച്ച ആളെ പുറത്താക്കിയിട്ടുണ്ട്. 7 മണിക്ക് എടുക്കേണ്ട ട്രെയിൻ 35 മിനിറ്റ് ഡിലേ ആയി. 7:35 എടുത്തത്. പുറത്ത് നല്ല മഴ കാരണം ലോക്കോമോട്ടീവ് കാണിക്കാൻ പോയില്ല. ഡീസൽ തന്നെയാണ് ലോക്കോമോട്ടീവ്. ആകെ 2 ലോക്കോ റിവേഴ്സലാണുള്ളത്. ഒന്ന് ലംഡിംഗ് ഒന്നും മറ്റൊന്ന് ബദർപൂർ ജംഗ്ഷൻ ഒന്നും. ലംഡിംഗ് ഒരു 10-11 മണിക്കുള്ളിൽ എത്തും. ബദർപൂർ പിന്നെ പുലർച്ചെ എത്തുള്ളൂ. ഇവിടെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ എന്നൊക്കെ എഴുതി കാണാം. അതുപോലെ ഈ ട്രെയിൻ ലംഡിംഗ് ഡിവിഷന്റെ കീഴിലുള്ള ട്രെയിനാണ്. പിന്നെ പില്ലോ ഉണ്ട്, പില്ലോ കവറും അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഇതിൻ്റെ അകത്താണുള്ളത്. ഇവിടെ കാണുന്ന ഈ കമ്പിളി ഇല്ലേ, ഇത് ഇന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്ന കമ്പിളികളാണ്. അതായത് ഫ്രഷ് കമ്പിളിയാണ്. ഇതിന്ന് പുതച്ചാലും വലിയ തിരക്കേടില്ല. ചില ട്രെയിനിലൊക്കെ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടാണ് ഇത് വാഷൊക്കെ ചെയ്യുന്നത്. ഇന്ന് ഈ ട്രെയിൻ ഇത് ഫ്രഷാണ്. ട്രെയിൻ ഇപ്പോൾ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ട് 1/2 മണിക്കൂറായി. ഒരു ട്രെയിൻ നേരത്തെ തന്നെ കടന്നുപോയി, മറ്റൊരു ട്രെയിൻ ഇതാ വരികയാണ്. ഇത് ഡോണി പോളോ എക്സ്പ്രസ് ആണ്. 9:52 ട്രെയിൻ ഇപ്പോൾ നാഗോൺ ജില്ലയിലെ ചാപ്രമുഖ് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ നമ്മുടെ കോച്ചില്ലേ, ഇതിലൊക്കെ ഓൾറെഡി ആൾക്കാർ ഗുവാഹട്ടിയിൽ നിന്ന് തന്നെ കയറി. ഇവിടെയൊക്കെ ശക്തമായ മഴയാണ്. ട്രെയിൻ കയറിയ സമയം മുതൽ തന്നെ മഴയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഹൊജയാണ്. അതുപോലെ ഈ ട്രെയിനിൽ ഓൺബോർഡ് കാറ്ററിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്നാണ് ഇപ്പോൾ രാത്രിക്കുള്ള ഫുഡൊക്കെ കയറ്റിയത്. 10:26 ട്രെയിൻ ഇപ്പോൾ ഹൊജയ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 1 മണിക്കൂർ 20 മിനിറ്റാണ് ട്രെയിൻ ഇപ്പോൾ ഡിലേ. ഇവിടെയൊക്കെ സ്റ്റേഷൻ്റെ നവീകരണമാണ്. ഇനി അടുത്തതാണ് ലംഡിങ്. അടുത്തതിന് നേരത്തെ പറഞ്ഞതുപോലെ ലംഡിങ് ജംഗ്ഷനാണ്. അവിടെ നിന്നാണ് ദീമാപൂർ ദിബ്രുഗഡ് ലൈനൊക്കെ ഉള്ളത്. നമ്മൾ നേരെ ഹഫ്ലോങ് ഭാഗത്തേക്ക് പോകും. ഈ ട്രെയിൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ 2 ലോക്കോ റിവേഴ്സലുണ്ടെന്ന്. ഈ ലംഡിങ്ങിൽ നിന്ന് ലോക്കോ റിവേഴ്സൽ ചെയ്യുമ്പം ബാങ്കർ ലോക്കോമോട്ടീവ് ഇവിടെ അറ്റാച്ച് ചെയ്യും. അതായത് ഡീസൽ തന്നെയാണ്. കാരണം ഈ ഹഫ്ലോങ്ങിലേക്ക് പോകുന്ന റൂട്ടിൽ കയറ്റങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അങ്ങനെ നേരെ ബദർപൂരിലെത്തും. ബദർപൂരിലെത്തിയാൽ വീണ്ടും ലോക്കോ റിവേഴ്സലുണ്ട്. രാവിലെ 5 മണിയായി. ബദർപൂർ ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ട്രെയിനിന്റെ ലോക്കോമോട്ടീവ്. WDP-4D ആണ്. ഇതിപ്പം ലംഡിംഗ് നിന്ന് ബാങ്കറായിട്ട് വന്നതാണ്. അതിവിടുന്ന് റിലീസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകാനുള്ള സൈറങ്ങിലേക്കുള്ള ലോക്കോമോട്ടീവായിട്ട് ഇത് തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ 10 മിനിറ്റ് ആണ് ട്രെയിനിങ് സ്റ്റോപ്പ്. ഇവിടെയും WDP-4Dയും അതുപോലെ തന്നെ WAG-9ഉം കാണാം. ബദർപൂർ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് 3 ലൈനുകളാണ് ആകെ ഉള്ളത്. ഇപ്പൊ നമ്മൾ വന്ന ഹഫ്ലോങ് ലൈൻ, ഇനിയിപ്പോ പോകുന്ന ആ ഒരു സിൽച്ചർ ലൈൻ. അതായത് സിൽച്ചർ ലൈനിൽ നിന്നാണ് നമുക്ക് ഇനിയിപ്പോ കട്ടാക്കൽ എന്നൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നാണ് ഭൈറബി സൈറങ് ഭാഗത്തേക്ക് പോകാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് നേരെ അഗർത്തല.
അഗർത്തലയിലേക്ക് പോകുമ്പോൾ, അതായത് ഹഫ്ലോം ഭാഗത്തുനിന്ന് അഗർത്തലയിലേക്ക് പോകുന്ന വണ്ടികളാണെങ്കിൽ ഇവിടുന്ന് ലോക്കോ റിവേഴ്സൽ ഉണ്ടാവില്ല. ബദർപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ സ്റ്റേഷന്റെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ലൈവായിട്ട് പൂരിയും സബ്ജിയും കിട്ടും. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. 5:18 ഇനിയിപ്പം ഏകദേശം ട്രെയിൻ പുറപ്പെടാനുള്ള ഒരു സമയമായി. गुवाहाटी सैरांग एक्सप्रेस at Nagpur platform থেকে ছাড়বে। ধন্যবাদ। 5:29 ബദർപൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇപ്പൊ ട്രെയിൻ 1.5 മണിക്കൂറാണ് ഡിലേ ഉള്ളത്. പക്ഷേ അടുത്ത സ്റ്റേഷനിലേക്ക് ഇനി 10 കിലോമീറ്റർ ആണ് ദൂരം. 10 കിലോമീറ്റർ പോകാൻ ഈ ട്രെയിൻ ഇട്ട സമയം 1 മണിക്കൂറാണ്. കുറച്ച് ഡിലേ എന്തായാലും അവിടെ കുറഞ്ഞു കിട്ടും. പിന്നെ ഇവിടെയൊക്കെ നേരത്തെ തന്നെ നേരമൊക്കെ വെളുക്കും. ഇപ്പൊ 5:30 ആവുന്ന സമയത്ത് തന്നെ നല്ല വെളിച്ചം വന്നില്ലേ. ഈ കാണുന്ന ലൈൻ വഴിയായിരുന്നു നമ്മൾ ഹഫ്ലോങ് ഭാഗത്ത് വന്നത്. ഇപ്പോ സിൽച്ചർ ലൈനിലേക്ക് കയറി. ഈ പ്രദേശത്തിന്റെ തൊട്ട് അടുത്തുകൂടിയാണ് ബറാക് നദി ഒഴുകുന്നത്. അതായത് ആസാമിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണത്. ഏറ്റവും പുറകിലായി മലനിരകളെ കാണാം. അവിടെയൊക്കെ നല്ല കോടയാണത്. ആ ഭാഗത്തേക്കാണ് നമുക്ക്. നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ മുഴുവനും നല്ല മഴയാണ്. ഈ രാവിലെ ഇപ്പോൾ മഴയുണ്ട്. കട്ടാക്കൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പിതാ ട്രെയിൻ എത്തുന്നത്. കട്ടാക്കൽ റെയിൽവേ സ്റ്റേഷനിൽ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. കുറച്ച് ഹൈറ്റിലാണ് ഇവിടെ പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നത്. ഇവിടുന്ന് സിൽച്ചർ വളരെ അടുത്തല്ലേ അല്ലേ? 19 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ സിൽച്ചറിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചറിലേക്ക് പോകുന്ന അർണോഗ് എക്സ്പ്രസ് ഒക്കെ വരുന്ന ഒരു വഴി തന്നെയാണ് ഇത്. 2 മിനിറ്റിന് ശേഷം കട്ടാക്കൽ ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞാൽ തന്നെ ഇടതുവശത്തേക്കാണ് സിൽച്ചർ ലൈൻ പോകുന്നത്. ഈ ഇടതുവശത്ത് കാണുന്ന ലൈനാണ് നേരെ സിൽച്ചറിലേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സിൽച്ചറിലേക്ക് 19 കിലോമീറ്റർ. അതുപോലെ തന്നെ ഈ കട്ടാക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അരുണാചൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനും ഈ പറഞ്ഞ സിൽച്ചർ റൂട്ടിൽ വരാനുണ്ട്. ആ സ്റ്റേഷനാണ് മണിപ്പൂരിലേക്ക്, അതായത് ജിരിബാം കോങ്സാങ് ലൈനൊക്കെ വരുന്നത്. ട്രെയിൻ ഇപ്പോൾ ഹൈലക്കാന്തി സ്റ്റേഷനിലേക്ക് എത്തിയേ. 6:26 ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇതൊക്കെ അസം തന്നെയാണ്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. ഒരു 2 സ്റ്റേഷൻ കൂടി ഉണ്ട് അസാമിൽ. ട്രെയിൻ ഇപ്പോൾ ഒരു 50 മിനിറ്റോളം ഡിലേ ആണ്. കാരണം നേരത്തെ 1.5 മണിക്കൂർ ഡിലേ ഉണ്ടായില്ലേ, അത് ഇത്രയും ഇപ്പോൾ കുറഞ്ഞു. സ്ലീപ്പർ ക്ലാസിൻ്റെ ആ ഭാഗത്ത് നിന്നൊക്കെ എത്ര ആൾക്കാരാണ് ഇറങ്ങി വരുന്നത് നോക്കി. എനിക്ക് തോന്നുന്നു സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഇവിടെ തന്നെ കാലിയായി എന്നാണ് തോന്നുന്നത്. അത്രയും ആൾക്കാർ ഇറങ്ങിയില്ലേ ഇവിടെ. 6:48 ട്രെയിൻ ഇപ്പോൾ ലാലാ ബസാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിന് 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ റൂട്ട് വഴി യാത്ര ചെയ്യുമ്പം കാണുന്നത് കൂടുതലും കൃഷിപ്പാടങ്ങളാണ്. വന്ന ഒരു ലൈൻ അതാണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒരാഴ്ച മുന്നെയാണ്. ഒരുപാട് അവൈലബിൾ ഉണ്ടായിരുന്നു. പ്രിഫറൻസ് കൊടുത്ത് 2 അപ്പർ ബർത്ത് ബുക്ക് ചെയ്തു. ഈ സൈറങ്ങിലേക്ക് പോകുന്ന വണ്ടികളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആകെ 3 ട്രെയിനുകളാണ് ഇപ്പം നിലവിലുള്ളത്. ഒന്ന് ഈ ട്രെയിനിൽ പോവുകയാണെങ്കിലാണ് നല്ല കാഴ്ചകളൊക്കെ കിട്ടുക. മറ്റ് 2 ട്രെയിനുകൾ, ഒന്ന് ഡൽഹി ആനന്ദ് വിഹാർ നിന്ന് സൈറങ്ങിലേക്കുള്ള രാജധാനിയാണ്. അത് വൈകുന്നേരം 5:30-6 മണിയൊക്കെ ആകുമ്പോഴേ സൈറങ്ങിലെത്തുള്ളൂ. ഇവിടെ 4:30 ആകുമ്പോഴേ ഇരുട്ട് വന്നില്ലേ. ഒരു കാഴ്ചയിൽ എന്തായാലും ഒരു വ്യക്തത ഉണ്ടാവില്ല. കാരണം ആ വണ്ടി ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ അതും കിട്ടില്ല. മറ്റൊരു ട്രെയിൻ ഉള്ളത് കൊൽക്കത്തയിൽ നിന്ന് സൈറങ്ങിലേക്കുള്ള ഒരു എക്സ്പ്രസ് ആണ്. ആ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കൊൽക്കത്തയിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക്. ആ ട്രെയിൻ ഇവിടെ എത്തുക രാത്രി 7 മണി സമയത്താണ്. അപ്പോൾ അതിൽ നിന്ന് ഈ 2 വണ്ടിയിൽ വന്നിട്ട് വലിയ വ്യൂ കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ട. ഈ വണ്ടിക്കാണ് നിങ്ങൾ വരുവാണെങ്കിൽ വരേണ്ടത്. കാരണം
ഒരു 8 മണി 8:30 ആകുമ്പോഴേ ഇത് ഇനി എന്തായാലും സൈറങ്ങൾ എത്തുള്ളൂ. ഈ രാവിലെ ഒരു 5 മണി ആകുമ്പോഴേ ഇവിടെ നല്ല വെളിച്ചം വരും, നല്ല കാഴ്ചകൾ കാണുകയും ചെയ്യാം. ഇവിടെ മുഴുവനും തേയിലത്തോട്ടങ്ങളാണ്. നല്ല തണുപ്പല്ലേ, ഇതിന് പറ്റിയ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഇതൊക്കെ. ഇത് ഒരുപാടുണ്ടാവും. മുകൾ ഭാഗത്തേക്കുണ്ട്, ഇതാ താഴെയുണ്ട്. ദിബ്രുഗഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ ടിൻസൂക്കിയ ഭാഗത്ത് എത്തുമ്പോഴും നമുക്ക് ഇതേപോലത്തെ കാഴ്ചകൾ കാണാം. ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇവിടേക്ക്. ഇത് അസാമിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പായ ജാമിറ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇനി അടുത്തതാണ് മിസോറാം. ഭൈറവിയാണ് അടുത്ത സ്റ്റോപ്പ്. ഇനിയിപ്പോൾ ഭൈറവി മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ സൈറങ്ങായി. ഈ ഭാഗത്ത് മുഴുവനും ഇനി വലിയ വലിയ വളവുകളാണ്. ഈ പാലാണ് ബോർഡർ. അതായത് നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് ഇതാ മിസോറാം എന്ന സംസ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഇൻ മിസോറാം. അപ്പൊ ഇതാണ് ആ ഒരു അതിര്. വെൽക്കം ടു മിസോറാം. ഇവിടെ ഒരു ബ്രിഡ്ജിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. മിസോറാമിൽ കയറി ഉടനെ തന്നെ കാണുന്ന ഒരു കാഴ്ച. പാലം കഴിഞ്ഞ് നേരെ എത്തുന്നത് ഭൈറബി എന്ന ഒരു പട്ടണത്തിലേക്കാണ്. MZ അതാണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ. മിസോറാമിലെ കൊളാസിബ് ജില്ലയാണിത്. മിസോറാമിലെ ഈ ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റോപ്പായ ഭൈറബി 7:50. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ആണിത്. മിസോറാമിൽ മുമ്പ് ഇവിടെ വരെയായിരുന്നു റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നത്. അതായത് ഇവിടുന്ന് സൈറങ് ഭാഗത്തേക്കാണ് പുതിയ ലൈനൊക്കെ വന്നത്. അതായത് സിൽച്ചറിൽ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടേക്ക് വരാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സിൽച്ചർ ഭൈറബി പാസഞ്ചർ ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഇവിടെ എത്തുന്നത് രാത്രി ഒരു 7 മണി സമയത്താണ്. എത്തുമ്പോൾ വലിയ കാഴ്ചയൊന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ അന്നത് മിസ്സാക്കിയത്. അതുപോലെ തന്നെ 55 കിലോമീറ്റർ ആണ് പുതുതായി വന്ന ഭൈറബി സൈറങ് ആ ലൈൻ്റെ ഒരു കിലോമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1998 ഇതിനൊരു നിർദ്ദേശം നൽകിയത് ഈ ഒരു പാതയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2008 2009 സമയത്താണ് ഇതിന് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് നിർദ്ദേശവും അതുപോലെ തന്നെ അംഗീകാരവും ഈ പാതയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയത്. അങ്ങനെ ഇരിക്കെ 2014 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 2016 റെയിൽവേ മന്ത്രി ഇത് തറക്കല്ലിടുകയും ചെയ്തത്. ഈ ഒരു പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം വെല്ലുവിളികൾ നടന്നതായിരുന്നു. അതായത് 2023 ഓഗസ്റ്റ് 26 സമയത്ത് സൈറങ്ങിനടുത്ത് ഒരു പാലം തകർന്നു വീഴുകയും അതുപോലെ തന്നെ 26 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെല്ലുവിളി നിറഞ്ഞ് ഒടുവിൽ 2025 സെപ്റ്റംബർ 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് മിസോറാമിന് വേണ്ടിയിട്ട് സമർപ്പിച്ചത്. മിസോറാമിന്റെ ക്യാപിറ്റലായ ഐസോളിലേക്ക് ഇവിടുന്ന് 100 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട്. ടണൽ. അതെ, എന്റെ പൊന്നെ, ഈ ഒരു റൂട്ട് ഒരു രക്ഷയില്ലാട്ടാ. വീടല വ്യൂ. ഇവിടെയൊക്കെ നല്ല താഴ്ചയുണ്ട്. ഈ ഭാഗത്തുള്ള കാഴ്ച ഇങ്ങനെയാണേ. ഇതിന് നേരെ ഈ ഭാഗത്ത് പോയാൽ കേട്ടോ
ഇതാണ് മിസോറാം. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. പാലം ഇവിടെയും വലിയ പാലം അങ്ങ് അവിടെയും. ഈ റൂട്ടില് കൂടുതലായിട്ടുള്ളത് ഇതുപോലെയുള്ള പാലങ്ങളും തുരങ്കങ്ങളുമാണ്. ഇപ്പം തന്നെ എത്ര വന്നു. ഇപ്പം ഇതാ അതിലേക്ക് കയറുകയാണ്.
ഹർത്തക്കി എന്ന ഒരു സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തി. ഇവിടെ സ്റ്റോപ്പില്ല. ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വലിയ മലയാണ്. ഈ മലേൻ്റെ ഈ ഒരു ഭാഗത്താണ്. ഇത് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി അവിടെ കെട്ടി വെച്ചിരിക്കുന്നതൊക്കെ കാണാം. ഇവിടെ ഒരു പവർഫുൾ ലോക്കോ കിടക്കുന്നത് കാണാം. ഇപ്പം ഇത്രയും യാത്ര ചെയ്തല്ലോ, മനസ്സിലായ ഒരു കാര്യം, എങ്ങനെ ഇതുവഴി ഈ ഒരു പാത ഉണ്ടാക്കി ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അത്രയും മനോഹരമായ ഒരു പാതയാണ്. മാത്രമല്ല ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞല്ലോ, മുഴുവനും പാലങ്ങളും തുരങ്കങ്ങളുമാണ്. അതിൽ തന്നെ ഈ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര പേർക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു, അത് നമ്മൾ ചിന്തിക്കണമല്ലോ. അടുത്തൊരു സ്റ്റേഷൻ. കോൻപുയ് സ്റ്റേഷൻ. ഇവിടെ സ്റ്റേഷൻ്റെ വർക്കുകളൊക്കെ നടക്കുകയാണ്. ഇതും നേരത്തെ കണ്ട അതുപോലെ തന്നെയാണ്. മലയുടെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് സ്റ്റേഷൻ. മലയിടുക്കുകളാണ് അതൊക്കെ. ഇതാ
മനസ്സിലാവുന്നില്ല. ഇതിലൊക്കെ നല്ല താഴ്ച കാണുന്നുണ്ട്. ഇതാ അതിലൂടെ ഒരു ലോറി പോകുന്നതാണ്. സൈറങ് എത്താനായി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലങ്ങളിൽ ഒന്നാണിത്. കുത്തബ് മിനാറിനെ കാട്ടിയും ഉയരമുണ്ട് ഈ പാലത്തിന്. ഇവിടുന്നൊക്കെ കാണുന്ന ഒരു വ്യൂ എന്താ അല്ലേ. ഇവിടൊക്കെ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഇളം തണുപ്പ്, വെയിൽ മാത്രം മതിയല്ലോ. അങ്ങ് അവിടെയൊക്കെയായി ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം. ഏത് ഭാഗത്ത് നോക്കിയാലും മലനിരകൾ തന്നെയാണ്. ഇതിലൂടെ ഒരു അരുവിയൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ഗുവാഹട്ടിയിൽ നിന്നും 497 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പിത മിസോറാമിലെ സൈറങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സൈറങ് ഇവിടെ 8:30 ട്രെയിൻ എത്തേണ്ടത്. 9:08 സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഏത് ഭാഗത്തും മലനിരകൾ. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1. സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ILP എടുക്കാൻ. എന്നാലേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ILP എടുക്കാനുള്ള ഒരു കൗണ്ടറൊക്കെ എവിടെയാണെന്നാ തോന്നുന്നത്. ഒരുപാട് ടാക്സികളുണ്ട്. ഇതാ ഇഷ്ടം പോലെയുണ്ട്. ട്രെയിനിൽ വന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇവിടുന്ന് തന്നെയാണ് ILP എടുക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ILP എടുക്കണം. എന്നാൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ക്യൂ ആണ്. അവിടെ ക്യൂ നിന്നിട്ട് ഫോം വാങ്ങി. ഒരു ഫോമിന് 350 രൂപയാണ്. അപ്പോൾ പെർമിറ്റ് എടുക്കണമെങ്കിൽ 2 പേർക്ക് 700 രൂപയെ. ഇപ്പോൾ ഇവിടുന്ന് ഇത് ഫില്ല് ചെയ്ത് തന്നോളൂ. പെർമിറ്റിന് കുറച്ച് പൈസ കൂടുതലാണ് ഇവിടെ. വേറൊരു കാര്യം, ഞങ്ങളിൽ പേനയില്ല, അതുകൊണ്ടാണ് ഇവിടത്തേക്ക് വന്നത്. ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിന് 50 രൂപയാണ്. ഇവിടെയും 100 രൂപ കൊടുക്കണം. ടോട്ടൽ 800 രൂപയാണ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം. ഓൺലൈൻ വഴി എടുക്കുവാണെങ്കിലും 350 തന്നെയാണ്. പിന്നെ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും പേന കൊണ്ടുവരിക കേട്ടാ. നിങ്ങൾക്ക് പേൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയേ. അവിടെ ഒരു സിഗ്നേച്ചർ വാങ്ങിക്കാൻ കുറേ നേരം വീണ്ടും നിന്നു. അതുണ്ടെങ്കിൽ മാത്രമേ ഇവരിവിടുന്ന് പുറത്തേക്ക് ഇറക്കി വിടുള്ളൂ. ILP മസ്റ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇത്ര നേരം ഒരു ബസ് ഉണ്ടായിരുന്നു, അത് പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതുപോലുള്ള ടാക്സി ആക്കി പോകണം. ജസ്റ്റ് മിസ്സാണല്ലേ. അത് നമ്മൾ ഈ പറഞ്ഞ ഓൺലൈൻ വഴി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി പോകാൻ. ഓഫ്ലൈൻ അവിടെ പോയി ക്യൂ നിന്നു. അതായത് ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ പോയത് ഇവിടെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും കൂടുതൽ കയറി പോയിട്ടുണ്ടാവുക. നേരത്തെ ഉള്ളവർ തന്നെയാണല്ലോ. കാരണം വെച്ചാല് അത് നേരെ പോകുന്നത് അവിടുത്തെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയാണ്. 80 രൂപ അതിന്റെ ടിക്കറ്റ് ചാർജ് ഞങ്ങൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 8:30 നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞാൽ അത് 9 മണിക്ക് പോകുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഷെഡ്യൂൾ വരുന്നത്. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന്
ഷെയർ ടാക്സി നോക്കാം, അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ ഒരുപാട് ഇതുപോലത്തെ ഷെയർ വണ്ടികൾ ഉണ്ട് കേട്ടോ. എല്ലാം സൈറങ് ഐസ്വാൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഏതായാലും ഇവിടെ വരെ വന്നിട്ട് ഐസ്വാൾ വരെ പോവാതെ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ മനു. 22 കിലോമീറ്റർ പോവാൻ ഈ ടാക്സിക്ക് ഒരാൾക്ക് 300 രൂപയാണ് പറഞ്ഞത്. 22 കിലോമീറ്റർ 300 രൂപ ഷെയറിംഗ് പറയുമ്പോൾ കുറച്ച് കൂടുതലാണ്. ആദ്യം പോണോ എന്ന് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പിന്നീട് ബസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല 80 രൂപയായിരുന്നു ബസ്സിന്. അതുകൊണ്ട് എന്തൊരു ഭാഗ്യം. ഞങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായത് ഈ ഭാഗത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിരുന്നു. ഈ ഐസോൾ ഭാഗത്തേക്ക് പോകാൻ പ്ലാനേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ തൊട്ടടുത്താണല്ലോ ഐസോൾ, പോകാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്തായാലും പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുത്തിട്ട് ഈ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയാൽ പിന്നെ ആ ഒരു പൈസ നമ്മൾ വെറുതെ കളയുന്നതല്ലേ. എന്തായാലും ഐസോൾ വരെ പോകാമെന്ന് കരുതി. ഈ ടാക്സിക്കായാലും നല്ല പൈസയാണ്. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു പൈസയും. ആദ്യം പോകണ്ടെന്ന് കരുതാനുള്ള മെയിൻ റീസൺ എന്താ അറിയാം, ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ടൗണിലെത്തിയ ഒരു ഹർത്താൽ പോലെ ആയിരിക്കും. എത്രത്തോളം കടകളൊക്കെ ഓപ്പൺ ആവും നമുക്കറിയില്ല. അതൊക്കെ നമുക്കിനി എന്തായാലും പോയി തന്നെ കാണണം. 10 മണിക്കാണ് ഇപ്പോൾ ഇവിടെ സൈറങ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് വണ്ടി പുറപ്പെട്ടത്. ഇനി എത്ര മണിക്ക് അവിടെ എത്താൻ നോക്കാം. ഇവിടെ ഇപ്പം മുഴുവനും പൊടിയാണ്. സ്റ്റേഷൻ്റെ പുറത്തത്തെ ഒരു കാഴ്ച ഇതാണ്. കൂടുതലും ഓൾട്ടോകളാണ് ഇവിടെ ടാക്സി ആയിട്ട്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. സ്റ്റേഷനോട് ചേർന്ന് തന്നെ കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ കാണാം. നമ്മളൊരു ഗ്രാമത്തിലെത്തിയൊരു ഫീലിംഗ് ആണിപ്പോൾ. ഒരു നല്ലൊരു റോഡിലേക്ക് കയറി. എനിക്ക് ഇത് തന്നെയാണ് നേരെ ഐസോളിലേക്ക്. ലോറികൾ ഒരുപാടുണ്ട്. ഇപ്പം കുറച്ച് കയറ്റമൊക്കെ കയറി വേണം പോവാൻ. കൂടുതലും വളവുള്ള വഴിയാണിത്. നല്ല ബ്ലോക്ക് കിട്ടി. ഇതിപ്പോൾ കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു ബ്ലോക്ക്. ഇതിനെപ്പോൾ എവിടെ നിന്ന് മൂവ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ബ്ലോക്കിൽ പെട്ടിട്ട് തന്നെ ഒരു 10 മിനിറ്റോളായി. ഐസോൾ നഗരത്തിലേക്ക് ഇതാ എത്തുകയാണ്. 10:35. അതായത് സൈറങ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 35 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ കടകളൊക്കെ ഇന്ന് മൊത്തത്തിൽ അടച്ചിട്ടുണ്ടാവുന്ന, അതുപോലെ തന്നെയാണിത്. ഒരു കട പോലും ഇവിടെ തുറന്നിട്ടില്ല. മെയിനായിട്ട് ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അതാണ്. ചെറിയ വഴികളാണ്. മിസോറാം യൂണിവേഴ്സിറ്റി റൈറ്റിലേക്കാണ്. ഇവിടെ ആകെ ഇപ്പോൾ ഒരു ഹർത്താൽ പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കട പോലും തുറന്നിട്ടില്ല. രാവിലെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ പോവും. ഞങ്ങളിപ്പോൾ നേരെ ബാറാ ബസാർ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെയും ഇതേപോലെയാണോ നോക്കാം. ഈ ഒരു ടൗണൊക്കെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഒരു മലയിടുക്കിലാണ്. ആ ഒരു ഭാഗത്ത് അത് ശരിക്കും അത് ഒരു ദൂരെ, അതായത് ശരിക്കും ഒരു ഡ്രോൺ വിഷ്വൽസ് ഉണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. ഒരു കിടിലൻ വ്യൂ. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം ഏകദേശം എത്താനായെന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മലയിടുക്കിലാണ് ടൗൺ ഏരിയ ഒക്കെ എന്ന്.
അതുപോലെ തന്നെയാണ്. നമ്മൾ വന്ന വണ്ടി ഇതാണ്. നമ്മൾ ഇറക്കിയത് ഈ ഒരു ഭാഗത്താണേ. ഒരു കട പോലും ഇതാ, ഒരു വെള്ളം വാങ്ങി കുടിക്കാൻ പോലും കട പോലും തുറന്നിട്ടില്ല അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ബന്ധു എന്ന് പറയുവാണെങ്കിൽ. ഇത് കുറച്ച് അങ്ങോട്ട് നടന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുമല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇട ദിവസങ്ങളിലാണ് വരേണ്ടത്. അതായത് ഇങ്ങനെ വരാൻ കാരണം വെച്ചാൽ വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. ഇന്നൊരു സൺഡേ ആണ്, എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ടാവും. മിസോറാമിലേക്ക് ട്രെയിൻ വഴി ആദ്യമായിട്ടാണ് വരുന്നതെന്ന് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഇവിടെ വന്ന ഒരു ദിവസത്തിന്റെ പ്രശ്നം മാത്രമാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ ഇവിടെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഹോട്ടലൊക്കെ എടുത്ത് താമസിക്കാം. നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്. വരുന്ന വഴിക്ക് തന്നെ KFC ഒക്കെ കണ്ടു. KFC പോലും തുറന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ ആ ഒരു റെയിൽവേ ലൈനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇത്രയും എന്താ പറയുക, ദുർഘടം പിടിച്ച ഒരു വഴിയിലേക്ക് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വന്നല്ലോ അല്ലേ. അതുപോലെ തന്നെ എങ്ങനെ ഐസോളിലേക്ക് സുഖകരമായി എത്തിച്ചേരാം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ട്രെയിൻ വഴി തന്നെ എത്തിച്ചേരാം. അവിടെ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ ഷെയർ വണ്ടിയോ അതിന് മുന്നേ ബസ്സൊക്കെ ഉണ്ട്. അതാ നമ്മൾ ILP എടുക്കുന്ന പോലെ ഇരിക്കും. ആ ഒരു തിരക്കൊക്കെ കൊണ്ടാണ് ഞാൻ പറയാം, ആദ്യമായിട്ട് വരുന്നവർക്ക് നേരത്തെ തന്നെ ILP എടുക്കാൻ ശ്രമിക്കാം. ഇതിനു മുമ്പേ, അതായത് റെയിൽവേ ഗതാഗതമൊക്കെ വരുന്നതിന് മുന്നേ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ബസ്സിലൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെ, ട്രെയിൻ വന്നതോടുകൂടി അതിനൊരു പരിഹാരമായി. അതെ, ഇനിയിപ്പം അടുത്ത ദിവസത്തെ വീഡിയോ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ റിട്ടേൺ പോകും. അതിൻ്റെയൊക്കെ കുറച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ മാറ്റസിനോട് ബൈ.